ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ പാർട്ട് 10 വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് യൂസേജിനെ കുറിച്ച് അല്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനായിട്ട് ക്രോം ഓപ്പൺ ചെയ്യാം. ലാൻഡ് ടാക്സ് അഥവാ ഭൂനികുതി അടയ്ക്കാനുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായിട്ട് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. revenue.kerala.gov.in എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. നമ്മളിപ്പോൾ 2-3 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അവിടെ ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് നല്ലതുപോലെ വായിച്ച് നോക്കിയിട്ട് അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ്. സ്ക്രോൾ വീൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ബാർ ഉപയോഗിച്ചോ മുകളിലേക്കും താഴേക്കും നമുക്ക് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ മുകളിൽ ക്വിക്ക് പേ, സിറ്റിസൺ രജിസ്ട്രേഷൻ, സിറ്റിസൺ ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ എന്നിങ്ങനെ 4 ടാബുകൾ കാണാം. നമുക്ക് രജിസ്റ്റർ ചെയ്ത്, അതായത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പേയ്മെൻറ്റിൻ്റെ വല്ല ആവശ്യം വരികയാണെങ്കിൽ സിറ്റിസൺ ലോഗിനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നമുക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാതെ യൂസർ ഐ ഡിയോ പാസ്വേഡോ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ഒരു പേയ്മെൻറ്റ് വല്ലതും ചെയ്താൽ മതിയെങ്കിൽ ക്വിക്ക് പേ എന്നുള്ള ഈ ഒരു ടാബ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് അഥവാ കെട്ടിട നികുതി അടയ്ക്കാനുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഈ ന്യൂ ടാബ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നേരത്തെയുള്ള ഈ ടാബ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്തിരുന്നുവെങ്കിൽ ലോഗൗട്ട് ചെയ്തിട്ട് വേണം ക്ലോസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാനുള്ള വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ksmart. അത് നമ്മൾ KS ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ksmart.lstkerala.gov.in അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് നമ്മൾ നല്ലതുപോലെ വായിച്ച് നോക്കി അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമുക്കത് എൻ്റർ കീ കൊടുത്ത് സെലക്ട് ചെയ്യാം. അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മൊത്തവും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും രജിസ്റ്റർ ചെയ്യാനും ലോഗിൻ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്ത് ഇതിനകത്തും അങ്ങനെ കയറാവുന്നതാണ്. ഇനി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാസ്പോർട്ട് സേവയുടെ വെബ്സൈറ്റ് passportindia.gov.in എന്നാണ്. ഈ വെബ്സൈറ്റിൽ മെയിൻ്റനൻസ് നടക്കുകയാണ്. 2 സെപ്റ്റംബർ മുതൽ ഇത് ഓപ്പൺ ആകത്തുള്ളൂ എന്നുള്ള മെസ്സേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് പാസ്പോർട്ടിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 2-3 ബാങ്കുകളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്ന് സെലക്ട് ചെയ്യാം. എപ്പോഴും പേയ്മെൻറ്റ് മറ്റും നടത്തുമ്പോൾ ഏതൊരു വെബ്സൈറ്റിന് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ HTTPS എന്നുള്ളത്, ആ S എന്നുള്ളത് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ചിലതിന് HTTP വരെ കാണുകയുള്ളൂ, S കാണുകയില്ല. അങ്ങനെയുള്ള വെബ്സൈറ്റ് ഒന്നും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോകരുത്, അത് സേഫ് അല്ല. അപ്പോൾ ഇവിടെ HTTPS എന്നുണ്ട്. അതുപോലെ ഓൺലൈൻ SBI എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മളിതേപോലെ നോക്കി ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. കാരണം ഫേക്കായിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റ് അഡ്രസ്സുകളും ഒക്കെ ഓൺലൈനാണ്. അത് വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ പണമൊക്കെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാണ് SBIയുടെ വെബ്സൈറ്റ്. ഇത് പേഴ്സണൽ ബാങ്കിങ്ങിൻ്റെ സെക്ഷനാണ്. ഇത് കോർപ്പറേറ്റ് ബാങ്കിങ്, അതായത് കമ്പനീസിൻ്റെയൊക്കെ ബാങ്കിങ്ങിൻ്റെ സെക്ഷനാണ്. പുതുതായി ഓൺലൈൻ ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നത് സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്.
ഇനി നമുക്ക് മറ്റൊരു ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അതൊന്ന് ഇവിടെ യൂണിയൻ ബാങ്കിൻ്റെ ലോഗോ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമ്മൾ HTTPS എന്നുണ്ട്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ്. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓൺലൈൻ ബാങ്കിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ യൂണിയൻ ബാങ്ക് നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ യൂസർ ലോഗിൻ കൊടുക്കാം. കമ്പനികളാണെങ്കിൽ കോർപ്പറേറ്റ് യൂസർ ലോഗിൻ കൊടുക്കാം. അതല്ല ആദ്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സെൽഫ് യൂസർ ക്രിയേഷൻ അത് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ബാങ്കിൻ്റെയും കൂടെ വെബ്സൈറ്റിലേക്കൊന്ന് പോയി നോക്കാം. കാനറ ബാങ്ക്. ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെറ്റ് ബാങ്കിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് നെറ്റ് ബാങ്കിങ്, അതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇങ്ങനെയുള്ള വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു വിൻഡോയുടെ പുറത്തെവിടെയെങ്കിലും വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ, അതായത് നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കാണും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് പോകാവുന്നതാണ്. അതല്ലെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ, പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഓരോ വ്യത്യസ്ത ബാങ്കുകളുടെ വെബ്സൈറ്റുകൾ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയോ ഒക്കെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഇതൊക്കെ ഓരോ ടാബുകളാണ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബായിട്ടുള്ള വേറെ ടാബുകൾ വരുന്നുണ്ട്. പിന്നീട് താഴോട്ട് പോവുകയാണെങ്കിൽ വേറെയും ഓരോ ടൈലുകളുണ്ട്. അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പേജസിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ കമ്പനീസിൻ്റെയും മറ്റും വെബ്സൈറ്റ് സന്ദർശിച്ച് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏതെങ്കിലും ടെലികോം ഓപ്പറേറ്ററുടെ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് നോക്കാം. ഒന്ന് BSNL നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ BSNL എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് https://www.bsnl.co.in ഇതാണ് അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് അവരുടെ വെബ്സൈറ്റാണ്. ഇതിനകത്ത് ലാൻഡ് ലൈനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ മൊബൈൽ ആൻഡ് ഡേറ്റ, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പേ മൈ ബിൽസ്, റീചാർജ്, ഇങ്ങനെയുള്ള കസ്റ്റമർ കെയർ, ന്യൂ കണക്ഷന് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഇനി അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിലും മറ്റും അസൈൻമെൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് കാണുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ മൗണ്ടൻസിൻ്റെ ഇമേജാണ് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇമേജസ് നമുക്കിവിടെ കാണാം. ഇവിടെ ഷോ മോർ ഇമേജസ് അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ധാരാളം ഇമേജസ് നമുക്ക് കാണാം. ഈ ഇമേജസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ കൊമേഴ്ഷ്യൽ യൂസിന്, അതായത് എന്തെങ്കിലും നമുക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാനുള്ള ആ ഒരു രീതിയിൽ എടുക്കുന്നത് നമുക്ക് പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് ഇടയുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ആരും എടുക്കാതിരിക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇമേജിൻ്റെ പ്രിൻ്റ് നമുക്ക് എടുക്കണമെങ്കിൽ ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവരിക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ഇമേജ് ആസ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ ചോദിക്കും, എവിടെയാണ് ഈ ഇമേജ് സേവ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് .jfif, ഈ .jfif എന്നുള്ളത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്. അങ്ങനെ ഒരു പേരിലാണ് ഇത് സേവ് ആകാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ പേര് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. വേറെയും കുറേ ഇമേജസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഇമേജ് 1 എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഈ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ നോക്കുമ്പോൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാനുള്ള ആ ഒരു വിൻഡോയും അതിനുള്ള ഓപ്ഷൻസും മറ്റും വരുന്നതായിരിക്കും. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പിക്ചേഴ്സ് നമുക്കിവിടെ സേവ് ചെയ്തിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇനി നമ്മുടെ വീട്ടിൽ പ്രിൻ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇമേജസ് എല്ലാം പെൻ ഡ്രൈവിലോ മറ്റോ സേവ് ചെയ്തിട്ട് ഏതെങ്കിലും DTP സെൻറ്ററിലോ മറ്റോ കൊണ്ടുപോയി നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും എസ്സേ വല്ലതും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഒരു എസ്സേ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ എസ്സേ ഓൺ ഗ്ലോബൽ വാർമിംഗ് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് വരും. ഇനി വേറെ ഇമേജസ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനായിട്ട് ഈ ഇമേജസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ധാരാളം എസ്സേസ് നമുക്കിവിടെ കാണാം. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ലെങ്കിൽ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. ഡിങ്കി, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് നമുക്ക് കാണാം. അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പ്രൊനൗൺസിയേഷൻ നമുക്ക് കേൾക്കാവുന്നതാണ്. വീണ്ടും കേൾക്കണമെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ സ്പീഡ് കുറച്ച് നമുക്ക് കേൾക്കണമെങ്കിൽ ഇവിടെ സ്ലോ, ഈ ഒരു ഗിയർ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് പറയുന്നത് ഒന്നുകൂടെ സ്ലോ ആയിട്ടായിരിക്കും പറയുന്നത്, ഒന്നുകൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ ഒന്ന് നോക്കാം. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എല്ലാ വേർഡ്സിൻ്റെയും പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പെല്ലിങ്സ് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ സ്പെല്ലിങ് നമുക്ക് തെറ്റായിട്ട് ആണ് അറിയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് അറിയാവുന്നത് എന്തുവാണെന്ന് വെച്ച് അതൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഫെറ്റീഗിൻ്റെ സ്പെല്ലിങ് FATIGUE എന്നാണ്. നമുക്ക് ആ UE എന്നുള്ളതങ്ങ് ഡിലീറ്റ് ചെയ്യാം. തെറ്റായിട്ട് കൊടുത്തിട്ടും അതിനകത്ത് കറക്റ്റായിട്ടാണ് സ്പെല്ലിങ് വന്നിരിക്കുന്നത്, ഫെറ്റീഗ് എന്ന്. ഇതുപോലെ ഏതൊരു വേർഡ് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അതിൻ്റെ നമുക്ക് അറിയാവുന്ന എന്തുവാണോ അത് നമ്മളങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് സ്പെല്ലിങ് ഇവിടെ വരും. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്കിവിടെ ലഭിക്കും. അതിനായിട്ട് ഈ ഒരു മൈക്കിൻ്റെ ഈ ഒരു ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ അതുപോലെ ഇമേജ് വരുന്നുണ്ട്.
അപ്പോൾ ആ ഒരു വിൻഡോയിലേക്ക് നേരത്തെ നമ്മൾ പ്രൊണൗൺസിയേഷൻ്റെ ആ ഒരു വിൻഡോയിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയി. അപ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അതിൽ നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ബേസിക്കായിട്ട് അതൊക്കെ ആയി എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ചെറിയൊരു ഡൗട്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ റിപ്ലൈ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും അതേ ഡൗട്ട് തന്നെ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുമല്ലോ, അതിനാണിപ്പോൾ ഇതിടുന്നത്. അതായത് നമ്മൾ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചിരുന്നു ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഈ ഒരു വിൻഡോയിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തെടുക്കുന്ന ഈ ഒരു വിൻഡോയിൽ നിന്നും പേഴ്സണലൈസ് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വിൻഡോസിൻ്റെ ഡിഫോൾട്ട് പിക്ചറാണിത്. ഇതേപോലുള്ള വിൻഡോസിൻ്റെ പിക്ചറൊക്കെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന മറ്റ് പിക്ചേഴ്സ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളുടെ വിൻഡോസിൻ്റെ ഈ ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു വേർഷൻ നമ്മൾ പർച്ചേസ് ചെയ്തതല്ല, ഡൗൺലോഡ് ചെയ്തോ മറ്റോ എടുത്തതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ലഭിക്കുകയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് മറ്റൊരു ഓപ്ഷനിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന മറ്റ് പിക്ചേഴ്സൊക്കെ നമുക്ക് ഇതേപോലെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തിടാനായിട്ട് പറ്റും. പക്ഷേ വിൻഡോസിൻ്റെ ഡിഫോൾട്ട് പിക്ചേഴ്സൊന്നും അങ്ങനെ നമുക്ക് ലഭിക്കുകയില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ദിസ് PC ഓപ്പൺ ചെയ്യുക. കാരണം ഇവിടെയാണല്ലോ നമ്മുടെ ലൊക്കേഷൻസ്, സ്റ്റോറേജ് ലൊക്കേഷൻസൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ നിന്നും പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. അവിടെയായിരിക്കും നമ്മളെ പിക്ചേഴ്സൊക്കെ ഉള്ളത്. അവിടെ നമ്മളെ ക്യാമറ റോൾ എന്നുള്ള ഈ ഫോൾഡറിലാണ് ഈ ഒരു സിസ്റ്റത്തിൽ പിക്ചേഴ്സ് കിടക്കുന്നത്. ഓരോ സിസ്റ്റത്തിലും വ്യത്യസ്തമായിട്ടുള്ള പേരിലുള്ള ഫോൾഡേഴ്സിലായിരിക്കും പിക്ചേഴ്സ് കിടക്കുന്നത്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏത് പിക്ചറാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ സെറ്റ് ആസ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പിക്ചർ നമുക്ക് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇനിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.